പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പുത്രനായ യേശുവേ, അങ്ങയ്ക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിവിധങ്ങളായ ഭവനങ്ങളിരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചന ശുശ്രൂഷയ്ക്കായി കാത്തു നിൽക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്യുകയാണ്. ദൈവമേ, നീ സംസാരിക്കണമേ. പറയുന്ന വചനങ്ങൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാനും ഒരു വിശുദ്ധമായ ജീവിതത്തിന് ഞങ്ങളെ തന്നെ തയ്യാറാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം നിങ്ങളോട് പറയുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധമായൊരു ജീവിതത്തെക്കുറിച്ച്. വിശുദ്ധിയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആയുധമെന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. കർത്താവ് തരുന്ന വചനം 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഒരിക്കൽ കൂടി, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം, വിശുദ്ധരായിരിക്കണം, നന്മ നിറഞ്ഞവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധി? ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തോട് നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവമായ കരുണ, ദൈവത്തിൻ്റെ സ്വഭാവമായ വിശ്വസ്തത, ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹം എത്രമാത്രം നമ്മിലുണ്ടോ അത്രത്തോളം മാത്രമേ നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കുക. ഒരു പാവപ്പെട്ടവനെ കണ്ടിട്ട് സഹോദര എന്തു പറ്റിയെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ടോ? കണ്ണു നിറയെ കണ്ണുനീരും ഹൃദയം നിറയെ വേദനയുമായി കടന്നു വരുന്ന ഒരു രോഗിയോട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ നീ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവിക സ്വഭാവം കലരപ്പെടുകയാണ്. എങ്ങനെയാണ് വിശുദ്ധി നമ്മിൽ വളരുന്നത്? എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ദൈവീക സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതനുസരിച്ച് വിശുദ്ധിയിൽ നമ്മൾ വളരും. പല യുവാക്കന്മാരും പല വ്യക്തികളും വന്ന് എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരാൻ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുകയാണ്, ദൈവത്തോടൊപ്പം വസിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ സ്വഭാവം കലരപ്പെടുകയാണ്. അവർക്കാണ് വിശുദ്ധിയിൽ വളരാൻ സാധിക്കുക.
നീ കണ്ണുകൾ കൊണ്ട് കാണുന്ന എന്താണ്? നീ കണ്ണുകൾ കൊണ്ട് വായിക്കുന്ന എന്താണ്? നീ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നത് എന്താണ്? കണ്ണുകൾ കൊണ്ട് കണ്ടതും വായിച്ചതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ വസ്തുക്കളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ദൈവം നിന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ദൈവിക സ്വഭാവം കടന്നു വന്നിട്ടുണ്ടോ? നീ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, നീ കാണുന്ന ലാപ്ടോപ്പ്, വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയ കാർലോ അക്വിറ്റസ് ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അതേ വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ദൈവികമായ മേഖലയിലേക്ക് ഉയർന്ന് ഇന്ന് യുവഹൃദയങ്ങളുടെ ഹരമായി തീർന്നില്ലേ? നമുക്ക് എന്തുകൊണ്ടേ സാധിക്കാത്തത്? ദൈവത്തോടൊപ്പം വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോടൊപ്പം നടക്കാൻ പറ്റുന്നില്ല, ദൈവത്തോടൊപ്പം പാർക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല. തൽഫലമായി ഒരു വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, വചനം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നിന്റെ കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ വിശുദ്ധി നിന്റെ പരിചയമായി മാറണം. അജയമായ പരിചയമാണ് വിശുദ്ധി എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ ചൊരിയുന്ന സ്നേഹത്തെ ഞാൻ വിശുദ്ധി എന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന, ഒഴിച്ചു തരുന്ന സ്നേഹത്തെ ഞാൻ വിശുദ്ധിയുടെ ഉറവിടമെന്ന് ഞാൻ പറയുന്നു. ദൈവം തരുന്ന സ്നേഹമാണത്, ദൈവം തരുന്ന കരുണയാണത്, ദൈവം തരുന്ന വിശ്വസ്തതയാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ ചൊരിയുന്ന സ്നേഹമാണ് വിശുദ്ധിയുടെ ഉറവിടം എന്ന് പറയുന്നത്. വിശുദ്ധി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയുള്ള ജീവിതങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്, പവറുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി രക്ഷാ കവചമാണ്. വേറെ ചിലവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി രക്തസാക്ഷിത്വത്തിന് കാരണമാണ്. ഇനി വേറെ ചിലവരെ സംബന്ധിച്ചിടത്തോളം പീഡനം ഏൽക്കേണ്ടതിന് കാരണമായി മാറുന്നു. വേറെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പുരോഗതിക്ക് കാരണമായി മാറുന്നു. പൂർവ്വ യൗസേപ്പ് ഇതാ ഫറവോന്റെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ജോസഫിനെ ഓർത്ത് ഫറവോന്റെ വീടും വയലും അനുഗ്രഹിക്കപ്പെടുന്നു. ജീവിത പുരോഗതിക്ക്, ആത്മീയമായ പുരോഗതിയോടൊപ്പം തന്നെ ഭൗതികമായ പുരോഗതിക്ക് വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. ഒരുവന്റെ വിശുദ്ധി അനേകം ജീവിതങ്ങളെ സ്വർഗീയ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കപ്പെടാൻ കാരണമായി മാറും. ഒരുവന്റെ വിശുദ്ധി അനേകായിരം ജീവിതങ്ങളെ സ്വർഗീയ വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുവാൻ കാരണമായി മാറും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, സുഖലോലുപതയിലും സുഭിക്ഷമായ ഭക്ഷണത്തിലും അവയെല്ലാം ആസ്വദിച്ച് പട്ടുമെത്തയിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നാൽ മരുഭൂമിയിൽ സ്നാപയോഹനനെ കാണാൻ വന്നതിൻ്റെ കാരണം സ്നാപയോഹനന്റെ വിശുദ്ധിയല്ലേ? ഒരുവനിൽ
പരിശുദ്ധിയുടെ പരിമളം പരക്കുമ്പോൾ അശുദ്ധിയുടെ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുമാറി ഏതു മലയും എത്ര കഠോരമായിരിക്കുന്ന മേഖലയിലൂടെയും കടന്നു വരുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കി തീർക്കും. അതല്ലേ ഏലീശായുടെ വിശുദ്ധിയുടെ പരിമളത്താൽ സൗഖ്യം അന്വേഷിച്ച് സിറിയയിലെ നാമാൻ കടന്നു വന്നത്. അപ്പോൾ വിശുദ്ധി നിറഞ്ഞ ഒരാൾ ഒരു ദേശത്തുണ്ടായാൽ അവനെ തേടി അനേകായിരങ്ങൾ കടന്നു വരും. സമാധാനം തേടി, വിശുദ്ധി തേടി, ആത്മീയ പുരോഗതി നേടി, ആത്മീയമായിരിക്കുന്ന സന്തോഷങ്ങൾ തേടിക്കൊണ്ട്. അതുകൊണ്ട് വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾക്ക് മനുഷ്യാത്മാക്കളെ ആകർഷിക്കപ്പെടാൻ സാധിക്കും. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഭരണങ്ങാനത്ത് മരിച്ച് ആരോരും കാര്യമായ ഒരു വലിയ പ്രശസ്തി ഉണ്ടാകാതിരുന്ന ഒരു അൽഫോൻസമ്മ അന്നക്കുട്ടി ഇന്ന് വിശുദ്ധയായി തീർന്നില്ലേ? മാന്നാനം കുന്നിലൂടെ കടന്നു നീങ്ങിയ ഒരു ചാവറയച്ചൻ വിശുദ്ധനായ ചാവറയച്ചനായി തീർന്നില്ലേ? വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് മനുഷ്യരെ ആകർഷിക്കുകയാണ്. എന്തിനു വേണ്ടി? അവരെ പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട്. എന്താണ് വിശുദ്ധന്മാരുടെ ജീവിത രഹസ്യമെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരുന്നപ്പോൾ സ്വർഗം തിരഞ്ഞെടുത്ത് സ്വർഗം കണ്ടുകൊണ്ട് ജീവിതം നയിച്ചവർ. അതാണ് അവരുടെ ജീവിത രഹസ്യം. ജീവിച്ചിരുന്നപ്പോൾ സ്വർഗം തിരഞ്ഞെടുത്തവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. എന്താ അവർ ചെയ്തത്? അവർ ഈശോയെ സ്നേഹിച്ചു. എന്താ അവർ ചെയ്തത്? അവർ മനുഷ്യാത്മാക്കളെ സ്നേഹിച്ചു. എന്താ അവർ ചെയ്തത്? സ്വന്തം ആത്മരക്ഷയെ അവർ സ്നേഹിച്ചു. നിത്യതയെ സ്നേഹിച്ചു. ധീരതയോടെ സത്കൃത്യങ്ങൾ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചു. അതാണ് വിശുദ്ധന്മാരെ വിശുദ്ധരാക്കിയ ആത്മീയ രഹസ്യം. അവരെല്ലാവരും ഈശോയുടെ കൃപയിൽ വളരാനായിട്ട് ദൈവം അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാൻ, ക്രിസ്തു പങ്കുവെച്ചതുപോലെ പങ്കുവയ്ക്കാൻ, ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ വിശുദ്ധന്മാർക്ക് സാധിച്ചത് ഈശോയുടെ കൃപയിൽ വളർന്നുകൊണ്ടാണ്. പൗലോസ്ലീഹയോട് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി. ഇന്ന് ആത്മീയമായി വളരാൻ ബുദ്ധിമുട്ടുന്നവർ, ഇന്ന് എന്ത് ചെയ്തിട്ടും ആഗ്രഹിച്ച പോലെ ഒരിടത്തും എത്തിച്ചേരാത്തവർ സ്വയം ചിന്തിക്കണം, എൻ്റെ ജീവിതം ദൈവത്തോട് ഒരുമിച്ചിട്ടാണോ എന്ന്. വിശുദ്ധന്മാർ പഠിപ്പിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 1, ദൈവാനുഗ്രഹത്തിൻ്റെ പിറകെ പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. പലരും ധ്യാനമന്ത്രങ്ങൾ വരുന്നത്, ദൈവാലയത്തിൽ പോകുന്നത് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടാനാണ്. എന്നാൽ വിശുദ്ധന്മാർ നമ്മോട് പറയുന്നു, ദൈവാനുഗ്രഹത്തിൻ്റെ പിറകെ പോകാതെ ദൈവത്തെ തേടി പുറപ്പെടുക. അതാണ് വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത്. 2, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും സാധ്യതകളുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിന്റെ ഒരു സുഹൃത്ത് ഒരു പാർട്ടിക്ക് വിളിക്കുന്നു. എല്ലാവരും വീഞ്ഞ് അല്ലെങ്കിൽ ബീർ കഴിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാത്രം ഗ്ലാസ്സിൽ നിന്ന് പച്ചവെള്ളം കുടിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിൽ വെച്ചെടുത്ത തീരുമാനമാണ്. എവിടെ പോയാലും മദ്യത്തിനോ ലഹരിക്കോ ഞാൻ അടിമപ്പെടുകയില്ല, പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന്. ആ ചെറുപ്പക്കാരൻ പറയാണ്, മറ്റുള്ളവർക്ക് എന്നെ കളിയാക്കുന്നുണ്ട് ഫാദറെ, എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ
എനിക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായി, ഈശോയെ അറിഞ്ഞ വ്യക്തി പിന്നീട് ഒരിക്കലും പാപത്തിലേക്ക് അവരാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പാപത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെ കടന്നുപോയതാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം പിന്നീട് ഒരിക്കലും ആ പാപസുഖത്തിലേക്ക് പോയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിഞ്ഞത് മുതൽ ദൈവത്തെ പിന്നെ തള്ളിപ്പറയുവാനോ പുച്ഛിക്കുവാനോ പരിഹസിക്കുവാനോ അവർ മുതിർന്നിട്ടില്ല. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഉന്നതമായ ബിരുദങ്ങളും ഉന്നതമായ ജോലിയും ഉന്നതമായ ശമ്പളവും ഉന്നതമായ പദവിയും മറ്റ് ജീവിത സൗകര്യങ്ങളും എന്തേ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയാൻ അവർക്ക് ശക്തി കിട്ടിയത്? ഈശോയെ അറിഞ്ഞത് മുതൽ ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഏറ്റവും വലിയ നിധി ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ഒരിക്കലും ആ നിധിയിൽ നിന്ന്, ആ സാഹചര്യം വിട്ടുമാറാൻ ദൈവം അവരെ അനുവദിച്ചില്ല. നാലാമതായിട്ട് വിശുദ്ധന്മാർ പറയുന്നു, അവർ വലിയ പ്രവർത്തികളൊന്നും ചെയ്തതായി കാണുന്നില്ല. സാധാരണമായ പ്രവർത്തികൾ അസാധാരണമായി അവർ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന അതേ പ്രവർത്തികളൊക്കെയാണ്, പക്ഷെ അസാധാരണമായ നിയോഗങ്ങൾ. കരുണയോടെ പ്രാർത്ഥന ലോക ജനതയ്ക്ക് നൽകിയ വിശുദ്ധ ഫൗസ്റ്റീന മഠത്തിലെ ഒരു കുശിനിക്കാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ജോലി നോക്കുന്ന ഒരു സഹോദരി, തോട്ടത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സഹോദരി. ആരായിരുന്നു നോക്കിയേ? വല്ലവരും ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ, അച്ഛന്മാർ വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഭക്ഷണം കൊണ്ട് തരുന്നവരെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് ആ ചൂടും അതിൻ്റെ രുചിയും ഒക്കെ നോക്കുന്ന ചില സഹോദരിമാരെ, ചില സഹോദരന്മാരെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? വിശുദ്ധ ജോസഫ് കുപ്പത്തീനോസ് കന്നുകാലികളെ കുളിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കന്നുകാലികളെ വീട്ടിൽ കഴിവില്ലാത്തവരും യോഗ്യതയില്ലാത്തവരൊക്കെയല്ലേ തൊഴുത്തുപണിക്ക് വിടുക നമ്മൾ. ആ തൊഴുത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഒരു വിശുദ്ധനായി തീർന്ന പുണ്യവാനാണ് വിശുദ്ധ ജോസഫ് കുപ്പത്തീനോസ്. ജെറുസലേം വചന കൂടാരത്തിലെ മരിയ മണ്ഡപത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ദൈവമേ, ആരോരും അറിയാതെ അടുക്കളയിലും തൊഴുത്തിലും പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന എത്രയോ വിശുദ്ധരായ മക്കളെ തിരുസഭയിൽ ദൈവം നമ്മുടെ മാതൃകയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നു. മറ്റൊരു വിശുദ്ധയുണ്ട്, വിശുദ്ധ മാർഗരറ്റ്. 15 വർഷക്കാലം വാദപ്പനി പിടിപെട്ട് കിടക്കിയിൽ കിടന്ന് പുറം ലോകത്തിൽ കടന്നു പോകാത്ത ആ സഹോദരി വിശുദ്ധയായി തീർന്നില്ലേ? വലിയ വലിയ പ്രവർത്തികളല്ല, സാധാരണ പ്രവർത്തികളെ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവമഹത്വത്തിനായി പ്രവർത്തിച്ച് അവർ വിശുദ്ധരായി തീർന്നു. അഞ്ചാമതായി, ആരും കാണാതെ പോകുന്ന ജീവിതങ്ങളെ, ആരും മനസ്സിലാക്കാത്ത ജീവിതങ്ങളെ ദൈവം കാണുന്നുണ്ട്. നമ്മുടെ പരാതി അതല്ലേ? എന്നെ ആരും കാണുന്നില്ല, ഞാൻ ചെയ്യുന്ന ജോലിയെപ്പോലും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, അഭിനന്ദിക്കുന്നില്ല, മദർ ഒരു വാക്ക് പറയുന്നില്ല, സുപ്പീരിയർ ഒരു വാക്ക് പറയുന്നില്ല, സഹപ്രവർത്തകർ ഒരു വാക്ക് പറയുന്നില്ല. ആരും കാണാതെ ചെയ്യുന്ന പ്രവൃത്തികൾ, ആരും കാണാതെ പോകുന്ന ജീവിതങ്ങളെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. യേശു അത് കണ്ടു അവരെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് അവിടുത്തെ വളർത്തി, അവിടെ നാമം മഹത്തരമാക്കി. ആറാമത്തെ കാര്യം, വിശുദ്ധര്
അവർ മനുഷ്യരിൽ നിന്ന് പ്രതിഫലമോ നന്ദി വാക്കോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വചനം പറയുന്നില്ലേ, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാർ, ദാസികൾ എന്ന് വിശ്വസിച്ച് ജീവിതത്തെ നയിക്കുന്നവരാണ് വിശുദ്ധന്മാരായിത്തീരുന്നത്. സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ജീവിതം. അപ്രകാരമുള്ള ജീവിതങ്ങൾ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുക, ദൈവം നമുക്കും കാണിച്ചു തരും. സ്വാർത്ഥതയില്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന വ്യക്തികൾ, സഹായിക്കുന്ന വ്യക്തികൾ, ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കോണുകളിൽ അവർക്ക് സ്ഥാനം കൊടുക്കണം. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ, ഒരു മെഴുകുതിരി കത്തി കത്തി ഉരുകി ഉരുകി അനേക മക്കൾക്ക് വെളിച്ചം പകരുന്ന പോലെ, ഒരു ചെടി മറ്റൊരു ചെടിക്ക് ജന്മം കൊടുത്ത് വിത്ത് ഉൽപ്പാദിപ്പിച്ച് മറ്റൊരു ചെടിക്ക് ജന്മം കൊടുക്കുന്നത് പോലെ നിൻ്റെ ജീവിതം മഹത്തരമായി മാറ്റട്ടെ. നമുക്ക് മുമ്പേ വിശുദ്ധ ജീവിതം നയിച്ചു പോയിട്ടുള്ള എല്ലാ വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധിയുടെ ഉറവിടമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ പ്രാർത്ഥിക്കാം. സ്നേഹാതിരാജനായ യേശു ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്കും ഒരു വിശുദ്ധമായ ജീവിതവും വിശുദ്ധി നിറഞ്ഞ സംസാരവും വിശുദ്ധി നിറഞ്ഞ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.